എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മണി ടോക്കിലൂടെ നമ്മൾ പുതിയൊരു സംരംഭവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് പുറം രാജ്യങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്നതും എന്നാൽ ധാരാളം അവസരങ്ങളുള്ളതുമായിട്ടുള്ളൊരു ബിസിനസ് സംരംഭമാണ് ഇന്ന് നമ്മൾ മണി ടോക്കിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ രാജ്യത്തും ഒരുപാട് അവസരങ്ങളുള്ള ഒരു മേഖലയാണ് ഹോസ്പിറ്റാലിറ്റി സർവീസ് എന്ന് പറയുന്നത്. വിദേശ രാജ്യങ്ങൾ ഒരുപാട് ആളുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടുന്ന കൂടുതൽ റവന്യൂ ഉണ്ടാകുന്ന ഒരു ബിസിനസ് മേഖലയാണ് ഹോസ്പിറ്റാലിറ്റി സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്തും ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ നമ്മൾ ഇപ്പോൾ നിക്ഷേപം നടത്തുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ലാഭം നേടിത്തരുന്ന ഒരു മേഖലയാണ് ഹോസ്പിറ്റാലിറ്റി സെക്ടർ, സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. ഹോസ്പിറ്റാലിറ്റി സെക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓഫീസുകൾ, സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, വൻകിട വ്യവസായശാലകൾ മുതലായവയിൽ അവിടെ ഒരു അടുക്കും ചിട്ടയോടും കൂടിയിട്ട് ഹൈജീനിക്കായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയായി കൊണ്ടു നടക്കുന്ന ഓഫീസ് അന്തരീക്ഷം നല്ല കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അവിടെ വേണ്ട സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു സർവീസാണ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. ക്ലീൻ ചെയ്യുക മാത്രമല്ല, അവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അവിടെ ആവശ്യത്തിനുള്ള അവർക്ക് എന്തൊക്കെ വേണോ, ഇപ്പോൾ കോഫി ആണെങ്കിൽ കോഫി പ്രൊവൈഡ് ചെയ്യുക, ഫുഡാണെങ്കിൽ ഫുഡ് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് എന്തൊക്കെ വേണോ, സൗകര്യങ്ങൾ എന്തൊക്കെ വേണോ വർക്ക് ചെയ്യാൻ, അങ്ങനത്തെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കമ്പനികളാണ് ഹോസ്പിറ്റാലിറ്റി സർവീസ് എന്ന് പറയുന്നത്. അവരുടെ സർവീസ് പ്രധാനമായും അതാണ്. അവർക്ക് എവിടെ നിന്നാണ് ഇതിന് വരുമാനം ലഭിക്കുന്നത്? അവർ കോൺട്രാക്റ്റ് വൈസിലാണ് സർവീസുകൾ എടുക്കുക. 1 ഇയർ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ആയിരിക്കാം അവരെടുക്കുക. അപ്പോൾ ആ 1 ഇയറിൽ ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഓഫീസ് ആയിട്ടൊരു കോൺട്രാക്റ്റ് വെച്ച് അവിടെ നമ്മൾ ഇന്ന തുകയ്ക്ക് നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊള്ളാം, അങ്ങനെ നമ്മൾ കോൺട്രാക്റ്റ് എടുത്ത് നമ്മളവിടെ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്റ്റാഫുകൾ ആവശ്യമായിട്ട് വരും. അപ്പം നമ്മൾ സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, അവരെ മോണിറ്റർ ചെയ്യണം. ഇതൊരു വ്യവസായം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഹോസ്പിറ്റാലിറ്റി സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. അത് നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സന്നദ്ധരുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഇൻവെസ്റ്റ് ചെയ്തു കൊള്ളുക. കാരണം ഇത് വളർന്നു വരുന്നൊരു മേഖലയാണ്. ഇപ്പോൾ സ്വന്തമായി കമ്പനികൾ പലതും ഇത്തരം കാര്യങ്ങൾക്ക് സ്റ്റാഫിനെ ഡയറക്റ്റായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നില്ല, പകരം മറ്റ് ഏജൻസികളെ ഏൽപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞ ഒരു ഏജൻസി വർക്കാണ് ഈ ഹോസ്പിറ്റാലിറ്റി സെക്ടർ എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുക, അവിടെ വേണ്ട സർവീസുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലീനിങ് വരും, നമ്മൾ കോഫികൾ കൊടുക്കേണ്ടി വരും, ഓഫീസ് കാര്യങ്ങളിൽ ചെയ്യാനായിട്ടുള്ള ആളുകളെ ചിലപ്പോൾ സപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഒരു മാൻ പവർ സപ്ലൈ കമ്പനി പോലെ നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും. നമ്മുടെ മേഖല എന്ന് പറയുന്നത് സർവീസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഓഫീസ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബേസിക് അമ്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സംരംഭം ഇപ്പം നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നതേ ഉള്ളൂ. ഈ സമയം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കത് വളരെയധികം നേട്ടമായിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മേഖലയാണ്. ഈ മേഖലയിൽ റിസ്ക് വളരെ കുറവാണ്. ഇവിടെ ആവശ്യം വരുന്നത് മാൻ പവർ ആവശ്യമാണ്, അതുപോലെ തന്നെ മോണിറ്ററിങ് ആവശ്യമാണ്, ഒരു സൂപ്പർവിഷൻ ആവശ്യമാണ്. ഈ മേഖലയിൽ എപ്പോഴും നമ്മൾ ക്ലയൻസുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. കഴിവതും നമ്മൾ തന്നെ ഡയറക്റ്റ് അതിൽ മേൽനോട്ടം വഹിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഈ മേഖലയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല അവസരമാണ് ഇപ്പോഴുള്ളത്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.